ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. എൻ്റെ ഇന്നത്തെ വീഡിയോ ബിഗ് ബോസിനെ കുറിച്ച് തന്നെയാണ്. ബിഗ് ബോസിൽ വന്ന അതിഥികളെ കുറിച്ചും പോയവരെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. രേണുവിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്, ഹൈപ്പ് കൂടെ തരണം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ബിഗ് ബോസിലെ വിശേഷങ്ങൾ തന്നെയാണ്. ബിഗ് ബോസിൽ എന്തൊക്കെയുണ്ട് വിശേഷം നോക്കിയിട്ട് വന്നിരിക്കുകയാണേ. 10 ദിവസമായിട്ട് അവിടെ ഓരോരുത്തരുടെയും ഫാമിലി വരുന്ന എപ്പിസോഡുകളായിരുന്നു. ഒരുവിധം എല്ലാവരുടെ ഫാമിലിയും വന്നുപോയി. അനീഷിന്റെ ഫാമിലിയും ഷാനവാസിന്റെ ഫാമിലിയും ഒരു ദിവസമാണ് വന്നത്. അക്ബറിന്റെ ഫാമിലി വന്നു, ഒനീലിന്റെ ഫാമിലി വന്നു, നെവിന്റെ ഫാമിലി വന്നു, അനുമോളുടെ അമ്മ വന്നു, ആ ചേച്ചി വന്നു, കുറെ പേരുടെ അങ്ങനെ ഒരുവിധം എല്ലാവരുടെയും ഫാമിലി വന്നു. ആര്യന്റെ, ജിസേലിന്റെ ഒക്കെ ഫാമിലി വന്നു. ലക്ഷ്മിയുടെ അമ്മ വന്നിട്ടുണ്ട്. അപ്പൊ ലക്ഷ്മിയുടെ അമ്മ വന്നിട്ട് എല്ലാവരെയും പരിചയപ്പെട്ടു. എല്ലാവരെയും പരിചയപ്പെട്ട കൂടെ ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞു, എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കുന്നു, എല്ലാവരും വീട്ടിൽ വരണം. ആദില നൂറയോട് പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത്, ഇവളെ വീട്ടിൽ കയറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഉമ്മറത്ത് വരെ വരാം. സിറ്റ് ഔട്ടിലിരിക്കാൻ ആദിലയും നൂറയും പോകേണ്ടതുണ്ടോ? ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അവരുടെ വീട്ടിൽ കയറ്റണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. ഞാൻ വീട്ടിൽ കയറ്റും എന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ വീട്ടിലുള്ളവരെ, എൻ്റെ ഹസ്ബൻഡോ മക്കളോ അവരെ വീട്ടിൽ കയറ്റണമെന്നില്ല. എനിക്ക് സ്വന്തമായ ഒരു വീടും ഞാൻ മാത്രം താമസിക്കുന്ന വീടുമാണെങ്കിൽ മാത്രമാണ് അവിടെ കയറ്റാൻ പറ്റുക. മോഹൻലാൽ പറഞ്ഞതും എല്ലാം ലക്ഷ്മിയുടെ അമ്മയും കാണുന്നുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ലക്ഷ്മി വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വരാം, ഉമ്മറത്ത് വന്നിട്ട് പോവാമെന്ന്. അതായത് ഞാനും വീട്ടിൽ കയറ്റില്ല, നിങ്ങൾ വരണ്ട എന്ന് പറയുന്നതിൽ, എൻ്റെ വീട്ടിൽ നിങ്ങളെ കയറ്റാൻ പറ്റില്ല, നിങ്ങൾ വരണ്ട എന്ന് പറയുന്നതിന് പകരമായിട്ടാണ് സിറ്റ് ഔട്ടിൽ ഇരിക്കാം നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് പോയിരിക്കുന്നത് ലക്ഷ്മിയുടെ അമ്മ. നല്ല കൾച്ചറാണല്ലേ. ഇപ്പൊ ഇനി ഈ വീഡിയോന്റെ അടിയിൽ വന്നിട്ട് ചോദിക്കുമോ കാണുന്നവര്, നിങ്ങൾ വീട്ടിൽ കയറ്റുന്നുണ്ടെന്ന് വെച്ചിട്ട് എല്ലാവർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അക്സെപ്റ്റ് ചെയ്യണ്ട. എന്തിന് അക്സെപ്റ്റ് ചെയ്യണം? എൻ്റെ വീട്ടിൽ കയറ്റണമെന്ന് ഞാൻ തീരുമാനിക്കും, അവരുടെ വീട്ടിൽ കയറ്റണമെന്ന് അവർ തീരുമാനിച്ചോട്ടെ. രേണുസുതി ദുബായിൽ പോയി റെസ്റ്റോറൻറ്റ് ആൻഡ് ബാറാണ്. പപ്പിലോന്റെ പ്രൊമോഷന് വേണ്ടി പോയിരിക്കുകയാണ്. പപ്പിലോണിന്റെ പ്രൊമോഷന് പോയപ്പോൾ അവിടെ സാധാരണമാണല്ലോ, ഒരു ഉദ്ഘാടനം കഴിഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പാടുന്നവര് പാടും, സംഭാഷണമാണെങ്കിൽ അവരുടെ സിനിമയിലെ 2 ഡയലോഗ് പറയും. അപ്പൊ ഡാൻസ് കളിക്കുന്നവര് ഡാൻസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ രേണു ഡാൻസർ അല്ല, അവര് പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അവർക്കറിയാവുന്ന ഡാൻസ് അതല്ലേ. ഇപ്പൊ എല്ലാവരും കൂടി അവരെ ഇട്ടിട്ട് ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കണോ? രേണുവിന്റെ സൗകര്യാർത്ഥം രേണു ഡാൻസ് കളിക്കുകയോ അല്ലാതെ രേണു അവിടെ ഇരിക്കുകയോ അറബിയുടെ കൂടെ ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയോ എന്താണ് ദുബായിലെ രാജകുമാരിയുടെ കൂടെ ഭക്ഷണം കഴിക്കുകയോ ചെയ്തോട്ടെ. എന്തിനാണ് ഈ കുശുമ്പ് കാണിക്കുന്നത്? എല്ലാവരും രേണുവിൻ്റെതായ രീതിയിലല്ലേ രേണു പോകുന്നത്. ഇവിടുത്തെ മലയാളികളുടെ ഒരു കാര്യമേ, മലയാളികൾ എല്ലാവരും കൂടി ചേർന്ന്, കുറേ പേര്, എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് പേര് ചേർന്ന് രേണുവിനെ ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട്. രേണുവിനെ അവരവരുടെ ഇഷ്ടം അവരവർ നടത്തും. നമ്മൾ എന്ത് പറഞ്ഞിട്ടെങ്കിലും കാര്യമുണ്ടോ? ഇവിടെ വീഡിയോ ചെയ്യുന്ന വ്ളോഗേഴ്സോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരായാലും ഏത് വീഡിയോ ചെയ്യുന്നവരായാലും ഓൺലൈൻ മാധ്യമങ്ങളായാലും നമ്മൾ പറയുന്നത് കേൾക്കാനുള്ളതാണോ രേണുവിൻ്റെതായ അഭിപ്രായമുണ്ട്. അവരുടെ അഭിപ്രായത്തിനാണ് അവർ പോകുന്നത്, എന്റെയോ നിങ്ങളുടെയോ അഭിപ്രായത്തിനല്ല. നമ്മളത് അംഗീകരിച്ചു കൊടുത്തേ മതിയാകൂ. അംഗീകരിക്കാതെ ഒന്നും പറ്റില്ല. സിനിമാക്കാർ എത്ര പേര് ഉദ്ഘാടനത്തിന് പോകുന്നുണ്ട്. രേണുവിന് എന്താണ് ഇത്ര പ്രത്യേകത? 15 ദിവസം അവിടെ നിന്നാൽ അവർ വെറുതെ പോയിട്ടല്ലല്ലോ ചെയ്യുന്നത്. അവർക്ക് പണം ആവശ്യമാണ്. ഇപ്പം അവർക്കൊരു വീട് വേണം, അവരുടെ പേരിൽ ഒരു സ്വന്തമായ ഒരു വീട് വേണം. രേണുവിന് വീടില്ലല്ലോ. അതുകൊണ്ട് രേണു ജോലി ചെയ്യാണ്. അവളുടെ ജോലി അഭിനയവും പാട്ടും ഡാൻസും എല്ലാം ഉണ്ട്. അഭിനയിക്കുന്നവർ പാടാറില്ലേ, ഡാൻസ് കളിക്കാറില്ലേ,
പിന്നെ ഒരു സ്റ്റേജിൽ അവിടെ ഉദ്ഘാടനത്തിന് പോയി ഡാൻസ് കളിച്ചുകൊണ്ട് ബാറിൽ ഡാൻസ് കളിച്ചു, അല്ലെങ്കിൽ സിൽക്ക് സ്മിതയാണ്, അങ്ങനെയൊക്കെയാണ് യൂട്യൂബിനകത്ത് കാണുന്നത്. ഇതൊന്നും ശരിയല്ല കേട്ടോ രേണുവിനെ ഇങ്ങനെ പറയുന്നത്. ആ സ്ത്രീ 2 മക്കളെ വളർത്തണം, അച്ഛനെയും അമ്മയെയും നോക്കണം. അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേറെ ആരുമില്ല, രേണു മാത്രമാണുള്ളത്. രേണുവിൻ്റെ അപ്പനും അമ്മയ്ക്കും ചേച്ചിക്കും സമ്മതമാണ് രേണു പോകുന്നതിൽ. രേണു പോയിട്ട് ഡാൻസ് കളിച്ചോ പാട്ട് പാടിയോ 4 രൂപ ഉണ്ടാക്കട്ടെ, 4 പണം സമ്പാദിക്കട്ടെന്ന്. ആ പെൺകുട്ടിക്ക് എല്ലാ ദിവസവും ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. പറ്റുന്ന സമയത്ത് കുറച്ച് കാശുണ്ടാക്കി നല്ലൊരു വീട് പണിത്, സ്വന്തമായൊരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്, സ്വപ്നമാണ്. അതാണ് രേണു ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിന് ഇവിടുത്തെ കുറച്ച് ആളുകൾ, യൂട്യൂബേഴ്സ് ചേർന്നിട്ട് അവരെ വല്ലാതെ അങ്ങോട്ട് താഴ്ത്തി വളരെ മോശമായി അവരൊരു കണ്ടന്റായിട്ട് എടുത്തിരിക്കുകയാണ് ഇപ്പം എല്ലാവരും. വേറെ കണ്ടന്റുകളൊന്നും ഇല്ലേ നമുക്ക്? രേണുവിനെ തന്നെ വേണോ? രേണുവിനെ വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ട് ഈ റീച്ച് ഇല്ലാത്ത ചാനലുകാരാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്. റീച്ച് ഉള്ളവരാരും രേണുവിൻ്റെ വീഡിയോ ഇടുന്നില്ല. റീച്ച് ഇല്ലാത്തവരും അത്യാവശ്യം കുറ്റവും കുറവുകളും ഒക്കെ പറയാൻ അറിയാവുന്നവരുമാണ് രേണുവിനെ വെച്ചിട്ട് വീഡിയോ ചെയ്ത്. രേണു ഒരു കണ്ടന്റാണ്. രേണു എന്നാണോ ആ കോഴിക്കോട് ദാസേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ വന്നത് അന്ന് മുതൽ ഇവിടുത്തെ യൂട്യൂബേഴ്സിന് ചാകരയാണ്. അവിടെ വെച്ച് വീഡിയോ ചെയ്ത് റീച്ച് കൂട്ടി പലരുടെയും ചാനൽ മോണിറ്റൈസ് ആയത് തന്നെ രേണുവിൻ്റെ വീഡിയോ ചെയ്തിട്ടിട്ടാണ്. രേണുവിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ അവൾ തുപ്പിയാലും അവർ തുപ്പിയില്ലെങ്കിലും, അവർ ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും, അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും, എയർപോർട്ടിൽ കണ്ടു, അവിടെ കണ്ടു, ഇവിടെ കണ്ടു, അവരെവിടെ പോകുന്നു നോക്കിയിട്ട് ഇവിടുത്തെ യൂട്യൂബേഴ്സ് നേരെയായിട്ട് നിൽക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അവരൊരു സ്ത്രീയല്ലേ, ആ ഒരു വിധവയല്ലേ, അവർക്ക് ആ പരിഗണനയെങ്കിലും കൊടുത്തൂടെ? ഭർത്താവ് മരിച്ചതുകൊണ്ട് അവരുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനും അവർക്കൊരു വീട് വെക്കാനും കാശ് വേണം. അതിനു വേണ്ടിയാണ് രേണുസുതി പോയിരിക്കുന്നത്. അല്ലാതെ യൂട്യൂബേഴ്സ് ഈ പറയുന്നത് പോലെ കുറേ ആൾക്കാരുണ്ട്, ഒരുപാട് പേര് ആ രേണുസുതിയെ വെച്ചാണ് കാശുണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ വേറൊരു വീഡിയോ കണ്ട് ഒരാൾ വന്ന് പറഞ്ഞിരിക്കുകയാണ്, രേണുസുതി ബാറിൽ നിന്നും വെള്ളമടിച്ച്, അതായത് മദ്യം കുടിച്ചിട്ട് ഓവറായപ്പോൾ അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ട്രിപ്പ് ഇട്ടിരിക്കുകയാണെന്ന്. ഏതോ പഴയ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുകയാണേ. ഏതോ ഒരു പഴയ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയണോ? വല്ല കാര്യമുണ്ടോ? അവർക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ? ഈ രേണുവിന്റെ പുറകെ നടക്കുന്ന പണിയാണോ അവർക്കൊക്കെ? അത് ഇട്ടിരിക്കുന്നത് രേണുവിന്റെ ഒരു സഹോദരനെ പോലെ, അത്രയേ ഉള്ളൂ. പലരും രേണുവിന്റെ വീഡിയോ ഇടും, അത് കണ്ടും കേട്ടും വേറെ ചിലര് വീഡിയോ ഇടും. പോസിറ്റീവായിട്ട് വരുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. നല്ല പോസിറ്റീവായിട്ട് രേണുവിനോടൊപ്പം നിൽക്കുന്ന കുറേ ആളുകളുണ്ട് കേട്ടോ. അവരൊക്കെ ചെയ്തിടുന്ന വീഡിയോ അതും കാണും, അതും കേൾക്കും, നെഗറ്റീവായിട്ടുള്ളതും കാണും. ഇതെല്ലാം കൂടെ കണ്ടിട്ടാണ് ഇപ്പോൾ ഇവിടെ വീഡിയോ ചെയ്യൽ പരിപാടി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊക്കെ സ്വന്തമായിട്ടൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോ ഇട്ടൂടെ? നിങ്ങളൊക്കെ എന്തിനാണ് ഈ രേണുവിന് ഇങ്ങനെ പറയാൻ നിൽക്കുന്നത്? ഈ രേണുസുതിയെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളും ഉള്ള കാര്യങ്ങളും, രേണു ദുബായിക്ക് പോയി എന്നുള്ളതും അവിടെ ഒരു ഉദ്ഘാടനം ചെയ്തു, ആ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ആ സ്റ്റേജിൽ അവർക്കറിയാവുന്ന ഒരു ഡാൻസ് അവർ ചെയ്തു എന്നുള്ളതൊക്കെ സത്യവും പരമാർത്ഥവുമാണ്, ഇല്ലാത്ത കാര്യമൊന്നുമല്ല. പക്ഷേ അതെടുത്ത് വെച്ചിട്ട് അവരെ മോശമായിട്ട് ഇങ്ങനെ യൂട്യൂബിൽ വന്ന് ചിത്രീകരിക്കുന്നത് വളരെ വളരെ ഇതൊക്കെ തരം താഴ്ന്ന പണിയാണ് കേട്ടോ ചെയ്യുന്നത്. അവനവന്റെ നിലയും വിലയും കളഞ്ഞിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അത് നമ്മൾ കാണുന്നവർക്ക് മനസ്സിലാവും, കണ്ണുള്ളവർക്ക് മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. അല്ലാതെ കണ്ണടച്ചിരുട്ടാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർക്കിത് മനസ്സിലാവില്ല. കാരണം അവരെ വീട്ടിൽ ഇങ്ങനത്തെ അനുഭവമൊന്നും ഇല്ലേ, അതുകൊണ്ട് അവർക്ക് മനസ്സിലാവില്ല. നമുക്കൊക്കെ ഏത് സമയത്ത് വേണമെങ്കിലും പെട്ടെന്ന് നമ്മുടെ ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ അവസ്ഥകളുണ്ടല്ലോ, അതായത് സുഖമായി ഭക്ഷണം കഴിച്ച് ഉറങ്ങി
കുളിച്ച് നല്ല വസ്ത്രങ്ങളിട്ട് പല സ്ഥലങ്ങളിലും കറങ്ങി നടന്ന്, അല്ല കറങ്ങി നടക്കുക എന്നൊന്നും ഉദ്ദേശിച്ചത് നമ്മൾ ടൂറ് പോകുന്നു, നമ്മൾ അമ്പലങ്ങളിൽ പോകുന്നു, അതിനേക്കാൾ ഉപരി നമ്മുടെ ബന്ധുവീടുകളിലൊക്കെ പോകുന്നു. സ്വന്തം പണം കൊണ്ടാണ് നമ്മളൊക്കെ പോകുന്നത്. ഇത് പെട്ടെന്നൊരു ദിവസം നിലച്ചു പോയാൽ, നമുക്ക് കിട്ടുന്ന വരുമാനം നിന്നുപോയാൽ, നമ്മളും രേണുവിനെ പോലെ തന്നെയാണ്. രേണുവിന് സുധി വരുമാനം കൊടുത്തിരുന്നു. ആള് മരിച്ചപ്പോഴാണല്ലോ അവര് പുറത്തേക്ക് ഇറങ്ങിയത്. എല്ലാവരും രേണു സുധിയുടെ ഭാര്യ അവിടെ ഷോർട്ട് മൂവി ചെയ്തു, ഉളുപ്പില്ലേ, നാണമില്ലേ, എന്തൊരു പെണ്ണാണിത്, എന്തിനാണ് ഇവള് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. പറയുന്നവർക്ക് ആർക്കും അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലേ? സ്വന്തം സഹോദരിക്കൊരു അനുഭവം വരുന്നാൽ നോക്കൂ, സ്വന്തം മകൾക്കാണ് ഈ അനുഭവം വരുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതൊക്കെ തരണം ചെയ്യണ്ടേ? ആ പെൺകുട്ടിയെ സമ്മതിച്ചിരിക്കണു ഞാൻ. കാരണം എന്തൊക്കെ തെറി വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ആ പെൺകുട്ടിയെ പറഞ്ഞു. എന്നിട്ട് അതെല്ലാം ഇതൊന്നും എനിക്ക് ഒന്നുമല്ല, ഞാൻ അതിൽ ശക്തിയോടെ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. ഇപ്പൊ പറയണത് ബിഗ് ബോസിൽ പോയിട്ട് ബിഗ് ബോസിൽ നിന്നും തിരിച്ചു വന്നത് ഇങ്ങനെ നടക്കാനാണെന്നാ പറയുന്ന ആൾക്കാര്. അതും നമ്മളെ യൂട്യൂബ് ചാനലിൽ ഒരാളിട്ട വീഡിയോയിൽ ഞാൻ കേട്ടു. ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം, നമ്മളൊരു സ്ഥലത്ത് ജോലിക്ക് പോയി, നമുക്ക് അവിടെ കാര്യമായിട്ട് ജോലിയൊന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ അടച്ചിട്ട റൂമിനകത്ത് ഒരാളെ, നിങ്ങൾ ആരെങ്കിലും ഒരാൾ, ഈ പറയുന്ന ആരെങ്കിലും ഒരാൾ ഒരു റൂമിൽ നിന്ന് പുറത്തേക്ക് പോകാതെയും ഒരു ഫോൺ ഉപയോഗിക്കാതെയും ഒരാളെ വിളിക്കാനോ ഒരാളെ കാണാനോ, അതായത് സ്വന്തം വീട്ടിലെ അംഗങ്ങളെ കാണാൻ പറ്റില്ല, നമ്മളെ ചുറ്റുവട്ടത്തുള്ളവരെ കാണാൻ പറ്റില്ല, നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നവരെയും കാണാൻ പറ്റില്ല. പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ഒരു 10 പേരെ കൂടെ, 10 പോയിട്ട് 5 പേരെ കൂടെ നിൽക്കുമോ ഈ പറയുന്നവരാരെങ്കിലും? ബിഗ് ബോസിനകത്ത് പോയവർക്കറിയാം അതിനുള്ളിൽ ഉണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. നല്ല അനുഭവങ്ങളാണെല്ലാം, മോശം അനുഭവമൊന്നും അവിടെ ആർക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മുടെ മനസ്സിനെ, രേണു എന്നല്ല ഒരുവിധപ്പെട്ടവരൊക്കെ, രേണുവിനെ സംബന്ധിച്ച് ഇതിനൊക്കെ അപ്പോ അല്ലെങ്കിൽ 100 ദിവസം തയ്ക്കണമെന്നോ ഒന്നും അവർക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല. എല്ലാവരും അവരെ പുച്ഛിച്ച് തള്ളിയ സമയത്ത് അവരുടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ബിഗ് ബോസിൽ ഒന്ന് പോകണം. പലരും രേണു ബിഗ് ബോസിൽ, രേണു ബിഗ് ബോസിൽ ഇങ്ങനെ യൂട്യൂബിൽ ഇടുമ്പം അവർ പറയുന്നത് അവരെ കാണാറില്ല എന്നാണ്. അവർ കണ്ടില്ലെങ്കിൽ അവരെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടാവും. കണ്ടവരെ അവരെ വിളിച്ച് പറയും, രേണു ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നാൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പം അവർക്ക് തോന്നിയ ഒരു വാശി തന്നെയാണ് ബിഗ് ബോസിലൊന്ന് പോകണം എന്നുള്ളത്. ബിഗ് ബോസിൽ പോയി അവർ കുറച്ച് ദിവസം നിന്നു. 35 ദിവസം അവർ നിന്നത്. 35 1 2 ദിവസമല്ല, 35 ദിവസം. നമ്മൾ ഈ പറയുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും പോയി നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ നിന്നാണ് ആ പെൺകുട്ടി പുറത്തേക്ക് വന്നത്. പുറത്ത് വരണം എന്ന് പറഞ്ഞത് അവൾക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റാത്ത വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെ ആയിപ്പോയത് കൊണ്ടാണ്. മറ്റുള്ളവർക്കും അങ്ങനെയല്ലേ ചോദിക്കും, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പിന്നെ അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നുണ്ടാകും, അതുകൊണ്ടൊക്കെ ആയിരിക്കും. ഇനി 10-ാം തീയതിയാണ് വരുന്നത്. 10-ാം തീയതി വന്നതിന് ശേഷം രേണുസുധി കൂടുതൽ സിനിമകളിലും അല്ലെങ്കിൽ സീരിയലുകളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ അഭിനയിച്ച് ഒരു വീട് പുലർത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കട്ടെ. അങ്ങനെ ഒരു വീടുണ്ടാക്കണം, സ്വന്തമായി ഒരു 2 മുറിയെങ്കിലും ഉള്ള ഒരു വീടുണ്ടാക്കിയാൽ അവൾക്കും കുഞ്ഞുങ്ങൾക്കും അത് മതിയല്ലോ. അപ്പോൾ എല്ലാവരും കാണും, നമ്മൾക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം എന്ന രീതിക്കാണ് പെൺകുട്ടി പോകുന്നത്. അതിനെ എങ്ങനെ സോഷ്യൽ മീഡിയയിലിട്ടിട്ട് വലിച്ച് കീറി ഭിത്തിയിൽ ആരും ഒട്ടിക്കരുത്, അത്രേ പറയാനുള്ളൂ. എല്ലാവിധ ഐശ്വര്യങ്ങളും വരട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയാണ്.